ഈ അടുത്തായിട്ട് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ടിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഡേ 9 ഓഫ് ബിൽഡിംഗ് കൈറിക്സ്. എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു പേര് വെക്കും. പക്ഷേ ആ പേര് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആലോചിക്കലില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയൂ. ഞങ്ങളെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. കുറെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് മാസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെട്ടെന്ന് അടിച്ചുപോയി. കാരണം ആ പേര് വേറൊരു ടീം ട്രേഡ് മാർക്ക് എടുത്തതാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ബ്രാൻഡ് ആണെങ്കിൽ അതിന്റെ പേര് മറ്റാർക്കും ഉപയോഗിക്കാതിരിക്കാൻ ട്രേഡ് മാർക്ക് എടുക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഞങ്ങൾ ഈ ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്താണ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തത്. ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി നോക്കാൻ IP India പോലുള്ള കുറെ സൈറ്റുകളുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആ പേരും ക്ലാസ് ഓർ കാറ്റഗറി സെലക്ട് ചെയ്ത് അതിന്റെ അവൈലബിലിറ്റി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കൈറിക്സ് എന്ന പേരിൽ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് അപ്രൂവ് ആവുന്നതുവരെ TM എന്ന സിംബൽ വെച്ച് ലോഗോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബിസിനസ്സിന് ലീഗൽ ഐഡന്റിറ്റി ഉണ്ടാകണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ആയതിനാൽ LLP ആയി രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനിച്ചത്. രജിസ്ട്രേഷനും ഇപ്പോൾ സൈഡിലൂടെ നടക്കുന്നുണ്ട്. ട്രേഡ് മാർക്ക് ആൻഡ് LLP രജിസ്ട്രേഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡീറ്റെയിൽസ് എന്ന് കമന്റ് ചെയ്താൽ ഒരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.